സമയം ലാഗില്ല പടത്തിൽ, ലാഗില്ല. പടം നമുക്ക് ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്, ഗ്രാഫിക്സ് എല്ലാം അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് പടം ചെയ്തിട്ടുണ്ട്. പോൾ സാറും അടിപൊളി ചെയ്തിട്ടുണ്ട്. പടം ഹിറ്റിലേക്ക് പെപ്പയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. അടിപൊളിയായിട്ട് പെപ്പ തീർച്ചയായിട്ടും വേറെ ലെവലായിരിക്കും. ഈ മാർക്കോടെ മേളിലൊക്കെ വരുന്ന മാർക്കോടെ അത് വെച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറയാൻ പറ്റില്ല, എന്നാലും ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്. ആ ഒരു മേക്കിംഗ് വേണ്ടി BGM എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെ. BGM ഒക്കെ എങ്ങനെ കത്തിക്കുകയാണ്. പെപ്പയുടെ നമ്മൾ അൺസർപ്രൈസ് ക്യാരക്ടർ, പിന്നെ ഇതിനകത്ത് ജഗദീഷ് ആണെങ്കിൽ നല്ല അടിപൊളി ക്യാരക്ടർ. നമ്മൾ ആ ജഗദീഷിൻ്റെ കോസ്റ്റ്യൂം കാണുന്നത് പഴയ കാലത്തെ ജഗദീഷ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. പഴയ കാലം എങ്ങനെ ജഗദീഷ് ആ ഒരു ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെ? ആക്ഷൻ സീനൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. പിന്നെ ഹാൻസം പോൾ പുള്ളിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ വില്ലന്മാരാണെങ്കിലും വ്യത്യസ്ത രീതിയിൽ അവരെടുത്തേക്കുന്നത്. ആയാലും ഈ ചന്ദന ഈ കടത്ത് പോലെ തന്നെ ഇതൊരു ആനക്കൊമ്പ് കടത്ത് അങ്ങനൊരു ചിത്രം യൂട്സ് എൻ്റെ ഫ്രെയിമിൻ്റെ അടുത്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു ബോളിവുഡ് സിനിമ BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം, കാടിൻ്റെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിൽ കൊള്ളാം പടം. ഇനി നമുക്ക് മൊത്തത്തിൽ പെപ്പയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പാണ്. നമ്മൾ സാധാരണ കാണുന്ന ഗെറ്റപ്പല്ല, ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു പടം. ഗംഭീര പടം. അത് ഇംഗ്ലീഷ് പടമാണോ കണ്ടതെന്നുള്ളൊരു സംശയം തോന്നുന്നു. ഇട്ടിപ്പടം എന്ന് പറഞ്ഞാൽ ഇട്ടിപ്പടം. അവിടെ പെപ്പയുടെ ഇത് കംബാക്ക്. അതെ, ഓൾറെഡി ഒരു പടം ഉണ്ട്, നമുക്ക് അറിയാം. ആ മാർക്കോയെ അതും നല്ലൊരു പറഞ്ഞ ഷെരീഫ് മുഹമ്മദ് ഇവരുടെ ഒരു പടം. രണ്ടാമത് അതേ BGM ഒക്കെ ഗംഭീര BGM ആണ്. ഇടിപ്പടം ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് സെറ്റ് പടമാണ്. തൂക്കും ഒന്നും പറയാണ്, കിട്ടിലും പടമാണ്. എന്തായാലും ഈ പെരുന്നാൾ കഴിഞ്ഞ് ഇട്ടിട്ട് പെരുന്നാൾ ഇവിടെ നടക്കുന്നത്. ഏകദേശം അല്ലേ, പക്ഷെ നമുക്കൊന്നും ഒന്നിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. താങ്ക് യു ഗൈസ്.